ഹോട്ടലിൽ ഇങ്ങനെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. തളിരിലയിൽ കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, സാമ്പാർ, പായസം, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുക. നല്ല ഗംഭീര ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ആൾക്കാരൊന്നും അടുപ്പിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഭക്ഷണം കഴിക്കാനുള്ള സുഖം പോവും എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നല്ല പോലെ. അപ്പോൾ ഒരു ആരാധകൻ എങ്ങനെയോ തിരിക്കും വന്നിട്ട്, ചേട്ടാ നമസ്കാരം. നമസ്കാരം നമസ്കാരം, ഞാനൊരു ആരാധന, തനിക്കത് ഇലയിട്ടു. എന്നിട്ടും പോണില്ല. എല്ലാ പാട്ടും എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. എനിക്ക് ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? അപ്പോൾ പറഞ്ഞു, എനിക്ക് ചേട്ടൻ്റെ മഞ്ഞലയിൽ മുങ്ങി ചപ്പി എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ആരാധകൻ ആരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അയാളെ കൊണ്ട് അപ്പുറത്ത് ഇരുത്തി. പിന്നെ ചോദിച്ചു, എനിക്ക് വേറെ ഇഷ്ടമാണ്. ഏതൊക്കെയാണ് അയാൾക്ക് ഇഷ്ടം? നമ്പ്യാർ വട്ട പൂവ് ചിരിച്ചു ഇഷ്ടമാണ്. ഒറ്റ വാക്കും മര്യാദയ്ക്ക് അയാൾ പറഞ്ഞില്ല. അങ്ങനെയുള്ള ആരാധകരും ഉണ്ടെന്നാണ് പറയുന്നത് ചേട്ടൻ. അപ്പോൾ എന്തായാലും മഞ്ഞലയിൽ മുങ്ങി തോർത്തി വന്ന ഗാനത്തിന് പ്രത്യേകം നന്ദി. അടുത്ത ഗാനം പാടുന്നത് ശ്രീ കെ സലാം. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹം ദേവരായ മാസ്റ്റർ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അതിഗംഭീരമായിട്ട് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹലോ, നിങ്ങളുടെ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാടാൻ പോകുന്നത് മലയാള പാട്ടുകൾക്ക് മലയാളത്തിൻ്റെതായ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത മഹാനായ സംഗീത സംവിധായകൻ്റെ പാട്ടാണ്. ഈ അനുകരണങ്ങളിൽ കിടന്നിരുന്ന പാട്ടുകളായിരുന്നു ആദ്യകാലത്ത്. അതിനൊക്കെ മലയാളത്തിൻ്റെ ഒരു സുഗന്ധമുള്ള പച്ചമണ്ണിൻ്റെ മണമുള്ള ഈണം നമുക്ക് നൽകിയ മഹാനായ കെ രാഘവൻ മാസ്റ്റർ. രാഘവൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തൊരു മുഖമാണ്. രാഘവൻ മാസ്റ്റർ ആദ്യം കണ്ടപ്പോൾ കണ്ട ഒരു മുഖം, ആ കണ്ണുകളിലെ സജലങ്ങളായ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊട്ടപ്പോണ്ടായ ഒരു ചൂടും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. രാഘവൻ മാസ്റ്ററുടെ അതിമനോഹരമായ ഗാനം. പി ഭാസ്കരൻ മാസ്റ്റർ, കെ രാഘവൻ മാസ്റ്റർ തുടങ്ങി വെച്ച ചലച്ചിത്ര സംസ്കാരത്തിലെ ടീമിൽ നിന്ന് ജയേട്ടൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനം കള്ളിച്ചെലമയിലെ ആരൊക്കെയാണ് കടവ് തോണി കയറിപ്പോയത്, നമ്മളോട് യാത്ര പോലും പറയാതെ കടവ് തോണി കയറിപ്പോയ എല്ലാ മഹാപ്രതിഭകൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് കരിമുകിൽ കാട്ടിലെ. സുഹൃത്തുക്കളെ, ഒരു 30 വർഷം മുമ്പ് ഞാനും നിഷാദും ഷൊർണൂർ കലാമണ്ഡലത്തിൽ നമ്മൾ ഒന്നിച്ച് പാടി. 30 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ നിഷാദിൻ്റെ കൂടെ പാടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാഭരണങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാഭരണങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിയിടുന്നു. ചക്രവാളമാകെ
നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനീതൻ വീട്ടിലെ കനകാരങ്ങൾ വാടി കടലുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരി മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരി കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി